തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്ത് ഫ്ലെക്സുകൾ പാടില്ല, ബോർഡുകൾ പാടില്ല. ഞാൻ ആ പ്രവർത്തനങ്ങൾക്കെല്ലാം അല്ലെങ്കിൽ ആ തുക മുഴുവൻ നമ്മുടെ നാട്ടിലെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെക്കുന്നു. പക്ഷെ മലയാള മനോരമയിൽ കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കണ്ടു. എന്താ വാർത്ത? 2 ഫുൾ പേജ് സപ്ലിമെന്റ് കൊടുത്തിരിക്കുക. മലയാള മനോരമയിൽ ഒരു കളർ പേജ് സപ്ലിമെന്റ് കൊടുക്കണമെങ്കിൽ 17 ലക്ഷം രൂപ ചെലവാകും. കഴിഞ്ഞ ഞായറാഴ്ചത്തെ സപ്ലിമെന്റ് മാത്രം 34 ലക്ഷം രൂപ ചെലവാകുമ്പോൾ നമുക്കറിയാം, നമ്മൾ സാധാരണക്കാർ, ജനങ്ങളുടെ പ്രവർത്തിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് 50,000 രൂപ കൊടുക്കുക, ഒരു പോസ്റ്റ് അടിച്ചൊട്ടിക്കുമ്പോൾ ആ പ്രചരണത്തെ ഈ സമൂഹത്തിൽ ഇകഴ്ത്തി കാണിക്കുന്ന സമീപനം സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തോട് ഒറ്റ കാര്യം മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. ഏകദേശം 2.5 വർഷക്കാലമായി MLA ആയിട്ട് ഇവിടെ ശ്രീ ജോസഫ് ചാമക്കാല നമ്മുടെ LDFന്റെ വിവിധ യോഗങ്ങളിൽ ചൂണ്ടിക്കാണിച്ച ഒരു പ്രസക്തമായ പദപ്രയോഗങ്ങളുണ്ട്. 1 വർഷം 6 കോടി രൂപ 600 ലക്ഷം, 2 വർഷം 12 കോടി രൂപ, 2.5 വർഷമാകുമ്പോൾ 3 വർഷത്തെ പ്രപ്പോസൽ കൊടുക്കാം. യഥാർത്ഥത്തിൽ 18 കോടി. 18 കോടി എന്ന് പറയുന്നത് 1,800 ലക്ഷം രൂപയാണ്. അപ്പൊ ഈ കഴിഞ്ഞ 2 വർഷക്കാലത്തെ 1,200, 2 വർഷക്കാലത്തെ 12 കോടി 1,200 ലക്ഷം രൂപയുടെ എന്ത് വികസന പ്രവർത്തനം അദ്ദേഹം ഈ മണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ട് എന്ന് മറുപടി പറയണം. നമ്മുടെ അടുത്തതായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി പ്രിയങ്കരനായ KM രാധാകൃഷ്ണൻ നിങ്ങളോട് സംസാരിക്കും. ഏറ്റവും പ്രിയപ്പെട്ട അധ്യക്ഷൻ, കേരള കോൺഗ്രസിൻ്റെ സെക്രട്ടറി ശ്രീ ജോസഫ് ചാമക്കാല, ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ എല്ലാം ബഹുമാന്യനായ വാസവൻ ചേട്ടൻ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത ഏറ്റവും ആദരണീയനും ബഹുമാന്യനുമായ വിശ്വേട്ടൻ, ഈ കൺവെൻഷനിൽ സംസാരിച്ച LDFന്റെ ജില്ലാ കൺവീനർ പ്രൊഫസർ ലോട്ടസ് മാത്യു, CPIയുടെ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ, അഡ്വക്കേറ്റ് റജി സക്രിയ തുടങ്ങി ഈ വേദിയിലുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ബഹുമാന്യരായ നേതാക്കന്മാര്, പ്രിയപ്പെട്ട സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട വാസവൻ ചേട്ടൻ ഇന്നലകളിൽ പാർട്ടിയും ജനാധിപത്യ വേദികളും ചുമതലപ്പെടുത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചു. നമുക്കറിയാം, അത്തരം വേദികളിലെല്ലാം സത്യസന്ധമായും ആത്മാർത്ഥമായും ജനകീയ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് കക്ഷി രാഷ്ട്രീയ പരിഗണനകൾക്ക് അതീതമായ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലമായി പുതുപ്പള്ളിയിൽ ഈ നാട്ടിലെ സാധാരണക്കാരോടൊപ്പം നിന്നുകൊണ്ട് അവരോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ട് ജനാധിപത്യ വേദികളിലും അതേപോലെ തന്നെ ജീവിത സമര പോരാട്ടങ്ങളിലും നിങ്ങളിൽ ഒരുവനായി പ്രവർത്തിക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമെന്താ? വികസനം തന്നെയാണ്. വികസനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ UDF ഉയർത്തിയ ചർച്ചയുണ്ട്. ഭൂരിപക്ഷ ഗ്രാമപഞ്ചായത്തുകളും ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തുകളുടെ വികസന പ്രവർത്തനങ്ങളിൽ വേണ്ടത്ര ഫലപ്രദമായി ഇടപെട്ടില്ല. അത് പറയുമ്പോൾ 55 വർഷക്കാലമായി ഒരു മണ്ഡലത്തിന്റെ വികസന പ്രശ്നങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, പോരായ്മകൾ ഒന്നും എന്തുകൊണ്ട് ചർച്ചയ്ക്ക് വിഷയീഭവിക്കുന്നില്ല എന്ന ചോദ്യമാണ് ഉന്നയിക്കാനുള്ളത്. കേവലം 4 വർഷക്കാലം കൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഒരു നാടിന്റെ മുഖച്ഛായ മാറ്റിയില്ല എന്ന വിമർശനവും ആക്ഷേപവും ഉന്നയിക്കുമ്പോൾ ഈ നമ്മുടെ ബഹുമാനപ്പെട്ട MLA ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റുകാരുടെ ഒരു ഡിസ്കഷൻ, ഒരു ചർച്ച. ആ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞു, എനിക്ക് കഴിഞ്ഞ 10 വർഷക്കാലമായി അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്ന 10 വർഷം പുതുപ്പള്ളി അസംബ്ലി മണ്ഡലത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന വികസന വിരുദ്ധ ശൈലി നടപടി സ്വീകരിച്ചു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ഏഷ്യാനെറ്റുകാർ ചോദിച്ചു, നിങ്ങൾ 1 ലക്ഷം കോടി രൂപയുടെ വികസന പ്രവർത്തനം കിഫ്ബിയിലൂടെ നടക്കുമ്പോൾ പുതുപ്പള്ളി അസംബ്ലി മണ്ഡലത്തിൽ എന്തു നടക്കും? അദ്ദേഹം പറഞ്ഞു, അതൊരിക്കൽ പോലും എനിക്ക് ഇടതുപക്ഷം അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുവദിച്ചിട്ടുണ്ട്. നമുക്ക് ഈ വേദിയിലിരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിനും ഈ ചടങ്ങിലുള്ള സുഹൃത്തുക്കൾക്കും അറിയാം, കിഫ്ബിക്ക് സാധാരണയായി പ്രപ്പോസൽ കൊടുക്കേണ്ടത് യഥാർത്ഥത്തിൽ ജനപ്രതിനിധി MLA ആണ്.
ഏഷ്യാനെറ്റുകാരൻ്റെ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞു, എൻ്റെ അച്ഛൻ പഠിച്ച സ്കൂള് 7.8 കോടി രൂപയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നതൊഴിച്ച് എനിക്ക് ഒരു വികസന പ്രവർത്തനവും നമ്മുടെ നാട്ടിൽ നടത്താൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് കഴിഞ്ഞില്ല? ഈ കിഫ്ബിയുടെ പ്രപ്പോസൽ എന്നാ പോയെ? 2018 ഉമ്മൻചാണ്ടി ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ഘട്ടത്തിൽ കിഫ്ബിക്ക് കൊടുത്ത പ്രപ്പോസലിന്റെ അടിസ്ഥാനത്തിൽ 7.8 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2024 പൂർത്തീകരിച്ചു എന്ന് കിഫ്ബിയുടെ സൈറ്റിൽ ചൂണ്ടിക്കാണിക്കുന്നു എങ്കിൽ കോട്ടയം ജില്ലയിലെ UDF MLA-മാർ, പ്രത്യേകിച്ച് പേരെടുത്ത് സൂചിപ്പിക്കുന്നത് ശരിയല്ല, വിവിധ മണ്ഡലങ്ങളിൽ 13, 15, 17 പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തികൾ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആരാ നിർദ്ദേശം കൊടുക്കട്ടെ? MLA-മാർ നിർദ്ദേശം കൊടുക്കും. ഇപ്പൊ അദ്ദേഹം പറയുന്നത് എന്താ? തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്ത് ഫ്ലെക്സുകൾ പാടില്ല, ബോർഡുകൾ പാടില്ല. ഞാൻ ആ പ്രവർത്തനങ്ങൾക്കെല്ലാം അല്ലെങ്കിൽ ആ തുക മുഴുവൻ നമ്മുടെ നാട്ടിലെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെക്കുന്നു. പക്ഷെ മലയാള മനോരമയിൽ കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കണ്ടു. എന്താ വാർത്ത? 2 ഫുൾ പേജ് സപ്ലിമെന്റ് കൊടുത്തിരിക്കുക. മലയാള മനോരമയിൽ ഒരു കളർ പേജ് സപ്ലിമെന്റ് കൊടുക്കണമെങ്കിൽ 17 ലക്ഷം രൂപ ചെലവാകും. കഴിഞ്ഞ ഞായറാഴ്ചത്തെ സപ്ലിമെന്റ് മാത്രം 34 ലക്ഷം രൂപ ചെലവാകുമ്പോൾ നമുക്കറിയാം, നമ്മൾ സാധാരണക്കാർ, ജനങ്ങളുടെ പ്രവർത്തിക്കുന്നവർ, ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് 50,000 രൂപ കൊടുക്കുക ഒരു പോസ്റ്റർ അടിച്ചൊട്ടിക്കുമ്പോൾ ആ പ്രചരണത്തെ ഈ സമൂഹത്തിൽ ഇകഴ്ത്തി കാണിക്കുന്ന സമീപനം സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തോട് ഒറ്റ കാര്യം മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. ഏകദേശം 2.5 വർഷക്കാലമായി MLA ആയിട്ട് ഇവിടെ ശ്രീ ജോസഫ് ചാമക്കാല നമ്മുടെ LDF-ന്റെ വിവിധ യോഗങ്ങളിൽ ചൂണ്ടിക്കാണിച്ച ഒരു പ്രസക്തമായ പദപ്രയോഗങ്ങളുണ്ട്. ഒരു വർഷം 6 കോടി രൂപ 600 ലക്ഷം, 2 വർഷം 12 കോടി രൂപ, 2.5 വർഷമാകുമ്പോൾ 3 വർഷത്തെ പ്രപ്പോസൽ കൊടുക്കാം. യഥാർത്ഥത്തിൽ 18 കോടി. 18 കോടി എന്ന് പറയുന്നത് 1,800 ലക്ഷം രൂപയാണ്. അപ്പൊ ഈ കഴിഞ്ഞ 2 വർഷക്കാലത്തെ 1,200, 2 വർഷക്കാലത്തെ 12 കോടി 1,200 ലക്ഷം രൂപയുടെ എന്ത് വികസന പ്രവർത്തനം അദ്ദേഹം ഈ മണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ട് എന്ന് മറുപടി പറയണം. അദ്ദേഹം പറയുന്നു, ഇടതുപക്ഷമാണ് വികസനത്തിന് വ്യത്യസ്തമായി നിലപാട് സ്വീകരിക്കുന്നത്. ഞങ്ങൾക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, ലോക നിലവാരത്തിൽ കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തെ, രാഷ്ട്രീയ ജീവിതത്തെ, സാംസ്കാരിക ജീവിതത്തെ വളർത്തിയെടുക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ഏത് മലയാളിയും ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് പ്രസംഗിച്ചാലും ദൈവത്തിന്റെ സ്വന്തം നാടെന്ന പദവിയിലേക്ക് കേരളം ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായത് അഭിമാനപൂർവ്വം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. മറ്റൊന്നും വേണ്ട. കേന്ദ്ര ഗവൺമെന്റ് നീതി ആയോഗിന് നേതൃത്വം കൊടുക്കുന്ന IAS-കാര്, ആ IAS-കാരെ നിയന്ത്രിക്കുന്ന യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി കഴിഞ്ഞ 3-4 വർഷക്കാലമായി മാനവ വികസന സൂചികകളെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുമ്പോൾ 28 സംസ്ഥാനങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ വിവിധ മേഖലകളിൽ ഉയർന്നു നിൽക്കുന്ന കേരളം. നമുക്കറിയാം, ഇടതുപക്ഷ സാമ്പത്തിക ബദലിലൂടെ ലോക മാതൃകയായി കേരളം മാറിയിട്ടുണ്ട് എങ്കിൽ കഴിഞ്ഞ 55 വർഷക്കാലത്തെ ഈ നാടിന്റെ വികസനം സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞ സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു എങ്കിൽ പാരമ്പര്യം പറഞ്ഞാൽ വികസനമാകില്ല എന്ന് ഈ സമൂഹത്തോട് നമുക്ക് ഉറക്കം പറയാൻ ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും ബഹുമാനപ്പെട്ട വാസവൻ ചേട്ടൻ മാതൃക പിന്തുടർന്ന് കക്ഷി രാഷ്ട്രീയ പരിഗണനകൾക്ക് അതീതമായി സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിലെ പരിച്ഛേദങ്ങളെ ഒരുമിച്ചിരുത്തി ഒരു നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാൻ, ജനകീയമായി പ്രവർത്തനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ, സാമൂഹ്യ മേഖലകളിൽ അതേപോലെ തന്നെ വ്യത്യസ്ത ജീവിത മേഖലകളിൽ ഉയർന്നു നിൽക്കുന്ന ഇവിടുത്തെ വികസന വിരുദ്ധത പരിഹരിക്കാൻ നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങാം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഈ അസംബ്ലി മണ്ഡലത്തിൽ മത്സരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി എന്നെ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും എന്റെ വിജയത്തിനായി പ്രവർത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നതോടൊപ്പം എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ചുറ്റിക അരിവാൾ നക്ഷത്രം ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് ഈ നാടിന്റെ ജനാധിപത്യ പ്രബുദ്ധതയോട് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായി ഒത്തൊരുമിച്ച് ഒരു കുടുംബമായി ഈ മാസം 9-ാം തീയതി വരെയുള്ള ഏപ്രിൽ 9-ാം തീയതി വരെയുള്ള മാർച്ച് 9-ാം തീയതി ഏപ്രിൽ 9-ാം തീയതി വരെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ കൺവെൻഷനിൽ പങ്കെടുത്ത ബഹുമാന്യ സുഹൃത്തുക്കൾ, സഖാക്കൾ തുടങ്ങി മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ. നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ്. ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി നമ്മുടെ ബഹുമാന്യനായ അഡ്വക്കേറ്റ് റജി സക്കറിയ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് അവതരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അതിനുശേഷം നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി, ആരും പോകരുത്, തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും കൂടി കൂടേണ്ടതുണ്ട്. ഈ കമ്മിറ്റി അവതരിപ്പിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട റജി സക്കറിയെ ക്ഷണിക്കുന്നു.
സഹകളെ, ഈ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ മുഖ്യ രക്ഷാധികാരികൾ സഖാവ് വി എൻ വാസവൻ, സഖാവ് വൈക്കം വിശ്വൻ, സഖാവ് കെ ജെ തോമസ്, സഖാവ് ടി ആർ രഘുനാഥ്, സഖാവ് സുരേഷ് കുറുപ്പ്, LDF കൺവീനർ ശ്രീ ലോപ്പസ് മാത്യു, CPIയുടെ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി കെ സന്തോഷ് കുമാർ, സഖാവ് ജെയ്സി തോമസ്, സഖാവ് സുഭാഷ് ടി വർഗീസ്, സഖാവ് PN ബിനു, ശ്രീ KR രാജൻ NCPയുടെ നേതാവ്. ചെയർമാനായിട്ട് ശ്രീ ജോസഫ് ചാമക്കാല, സെക്രട്ടറിയായിട്ട് റജി സക്കറിയ, കൺവീനർ സഖാവ് സിബി താളിക്കല്ല്, ട്രഷറർ സഖാവ് VS സാബു, വൈസ് ചെയർമാൻമാർ CM മാത്യു, പ്രമോദ് കുര്യാക്കോസ്, മധു T തറയിൽ, KM വിശ്വനാഥൻ, PK മോനപ്പൻ, KS ഗിരീഷ്, അഡ്വക്കേറ്റ് GP പ്രദീപ് കുമാർ, KT അനിൽകുമാർ, അജിത മനോഹരൻ, മാത്തുക്കുട്ടി ഞായർകുളം, ബെന്നി വടക്കേടം, ജോസ് താഴത്തുകുന്നേൽ. ജോയിന്റ് സെക്രട്ടറിമാർ രാധാകൃഷ്ണൻ ഓണംപള്ളി, TS ജയൻ, EK കുര്യൻ, ബിജു KC, VM പ്രദീപ്, ജെയിംസ് പാമ്പാടി, അലി മാത്യു, ബെറ്റി റോയി, അഡ്വക്കേറ്റ് ശ്രീനിവാസൻ, VT ബൈജു, TR അജയൻ, രാജേഷ് ജോൺ, റെജി കൂരോപ്പട, മാത്യു പാമ്പാടി. ഇവിടെ വന്ന 1001 പേർ അടങ്ങുന്ന പൊതു കമ്മിറ്റിയും CPIM-ന്റെ മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ, CPI-യുടെ മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ, കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിയോജക മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ, ജനതാദൾ, NCP, കേരള കോൺഗ്രസ് ബാലകൃഷ്ണപിള്ള തുടങ്ങിയ ഘടകകക്ഷികളുടെ നിയോജക മണ്ഡലം കമ്മിറ്റി അംഗങ്ങളും, കൂരോപ്പട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, കൂരോപ്പട, പാമ്പാടി, മീനടം, അതുപോലെ തന്നെ നമ്മുടെ തിരുവഞ്ചൂർ ബാങ്കുകളുടെ പ്രസിഡന്റ്മാർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ അടങ്ങുന്ന 1001 അംഗങ്ങളുടെ വിപുലമായ ജനറൽ കമ്മിറ്റിയും ഈ പറഞ്ഞ 250 പേരുടെ പ്രത്യേക കമ്മിറ്റിയുമാണ് ഒരു നിർദ്ദേശമായി വെക്കാനുള്ളത്. ഇതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ സഖാക്കൾ കൈയടിച്ച് അംഗീകരിക്കണമെന്ന്. ഇപ്പോൾ ഇവിടെ LDF-ന്റെ ഇപ്പോഴത്തെ ഭാരവാഹികളുടെ യോഗവും മണ്ഡലം കമ്മിറ്റിയും ചേരും. ഒപ്പം CPM-ന്റെ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളും ഇതോടൊപ്പം ഇരിക്കണം. നമ്മുടെ 1-2 അറിയിപ്പുകളുണ്ട്. അതിൽ പ്രധാനം നമ്മുടെ മേഖലാ ഇലക്ഷൻ കമ്മിറ്റികളാണ്. മേഖലാ ഇലക്ഷൻ കമ്മിറ്റികൾ നാളെ മുതൽ ആരംഭിക്കേണ്ടതുണ്ട്. മാർച്ച് 20-ന് വാകത്താനം, കണ്ണഞ്ചിറ, കൂരോപ്പട, മീനടം, മറ്റക്കര. വാകത്താനം, കണ്ണഞ്ചിറ, കൂരോപ്പട, മീനടം, മറ്റക്കര. മാർച്ച് 21 കോത്തല, മണർകാട് ഈസ്റ്റ്, അയർക്കുന്നം വെസ്റ്റ്, പൂവത്തിളപ്പ്, പുതുപ്പള്ളി ഈസ്റ്റ്. മാർച്ച് 22 തോട്ടക്കാട്, മണർകാട് വെസ്റ്റ്, അമയന്നൂർ, അയർക്കുന്നം ഈസ്റ്റ്, പുതുപ്പള്ളി വെസ്റ്റ്, പുതുപ്പള്ളി നോർത്ത്. ഒരു പഞ്ചായത്തിൽ തന്നെ 3 കമ്മിറ്റി വരെയുണ്ട് മേഖല. അതിന് കാരണം 10 ബൂത്ത് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഒരു കമ്മിറ്റിക്ക് പാടില്ല എന്ന ഇടതുപക്ഷ മുന്നണിയുടെ നിർദ്ദേശപ്രകാരമാണ് 19 മേഖലാ കമ്മിറ്റികൾ. മാർച്ച് 20 മുതൽ 24 വരെയുള്ള തീയതികളിൽ ബൂത്ത് കൺവെൻഷനുകൾ പൂർത്തീകരിക്കണം. വിവിധ സ്ക്വാഡുകളുടെ യോഗം ചേരണം. വിവിധ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ പ്രത്യേക യോഗം മാർച്ച് 23-നകം ചേരണം. ഇന്ന് പാമ്പാടി, വെള്ളൂർ, ഇലക്കൊടിഞ്ഞി മേഖലാ കമ്മിറ്റി, പാമ്പാടി പഞ്ചായത്തിലെ 3 മേഖലാ കമ്മിറ്റി, ഇതിനുശേഷം ഇവിടെ വെവ്വേറെ അവിടുന്ന് വന്ന പ്രവർത്തകർ, ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തകരിൽ നിന്ന് പാമ്പാടി, ഇലക്കൊടിഞ്ഞി, വെള്ളൂർ മേഖലാ ഇലക്ഷൻ കമ്മിറ്റി രൂപീകരിക്കണം. അവർക്ക് മറ്റൊരു കൺവെൻഷനായിട്ടില്ല. ബാക്കി 16 കൺവെൻഷൻ്റെ ഡേറ്റാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥന ഇപ്പോൾ ഇവിടെയുണ്ട്. നാളെ മുതൽ അത് വീടാന്തരം കയറി കൊടുക്കണം. 1-ാം ഘട്ടം 22-ാം തീയതിക്കകം പൂർണ്ണമായും മുഴുവൻ വീടുകളിലും ഈ അഭ്യർത്ഥന കൊടുക്കേണ്ടതുണ്ട്. അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ ശ്രദ്ധിക്കണം. ഇന്നും നാളെയുമായി നമ്മുടെ മണ്ഡലത്തിലെ മുഴുവൻ മേഖലാ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസുകളും ഉദ്ഘാടനം ചെയ്യും. അതിന് ഒപ്പം തന്നെ മുഴുവൻ ബൂത്ത് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസുകൾ നിർബന്ധമായും ബോർഡും ബാനറും വെച്ച് നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം ആരംഭിക്കും.
ആരംഭിക്കേണ്ടതാണ്. എല്ലാ സ്ഥലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ കമ്മിറ്റികൾ കൂടി ദൈനംദിന പരിപാടികൾ ആലോചിക്കേണ്ടതാണ്. അതിൻ്റെ സെന്ററുകൾ എല്ലാ ദിവസവും രാവിലെ മേഖലയിലും അതുപോലെ തന്നെ ബൂത്ത് അടിസ്ഥാനത്തിലും കൂടിക്കൊണ്ട് നമുക്ക് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മുടെ ഈ കൺവെൻഷൻ നിങ്ങൾക്കറിയാം, ഇതപര്യന്തമുള്ള നമ്മുടെ കൺവെൻഷനുകളെല്ലാം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ പുതുപ്പള്ളിയിലെ ബാങ്ക് ഓഡിറ്റോറിയം. അതിന് വ്യത്യസ്തമായി ഇവിടെ ഈ കൺവെൻഷൻ ചേരുമ്പോൾ ആയിരക്കണക്കിന് ഇടതുപക്ഷ മുന്നണി പ്രവർത്തകരും ബഹുജനങ്ങളുമാണ് ഈ കൺവെൻഷനിൽ പങ്കെടുത്തത്. ഇത് തന്നെ പുതുപ്പള്ളി, ഇവിടെ നേരത്തെ വാസവൻ ചേട്ടനും വിശ്വൻ ചേട്ടനും എല്ലാം സൂചിപ്പിച്ചതുപോലെ പുതുപ്പള്ളി ഒരു മാറ്റത്തിന്റെ വഴിയിലാണ്. തീർച്ചയായും സഖാവ് KM രാധാകൃഷ്ണനിലൂടെ പുതുപ്പള്ളി, നമുക്ക് നഷ്ടപ്പെട്ട പുതുപ്പള്ളി 55 വർഷത്തിന് ശേഷം തിരിച്ചു പിടിക്കാമെന്ന ആവേശകരമായ ഒരു ഘട്ടത്തിലാണ് നമ്മുടെ ഈ കൺവെൻഷൻ നടക്കുന്നത്. നമ്മോടൊപ്പം എന്നും ഉണ്ടായിരുന്ന, നമ്മോടൊപ്പം ഈ നാട്ടിൽ വളർന്നു വന്ന പ്രിയപ്പെട്ട KM രാധാകൃഷ്ണ വിജയത്തിന് വേണ്ടി എല്ലാ പ്രിയപ്പെട്ട ഇടതുപക്ഷ പ്രവർത്തകരും ബഹുജനങ്ങളും പ്രവർത്തിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ. അവസാനിച്ചിരിക്കുകയാണ്. മുമ്പേ വായിച്ച കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ഇവിടെ കൂടണം. അതിന് ശേഷമേ പിരിയണം.